എല്ലാവർക്കും നമസ്കാരം. @പാട്ടും ഊത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ റംസാൻ മാസം നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് വരും. നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഭക്ഷണ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും സംസാരിക്കാനാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോമ്പ് തുറക്കുന്ന കാര്യം നോക്കാം. ഇഫ്താർ. അപ്പം ശരിക്കും നോമ്പ് തുറക്കുമ്പോൾ വെള്ളം, ശുദ്ധമായ വെള്ളം ആണ് കുടിക്കേണ്ടത്. മധുരമുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത്രയും ഒരു 12-13 മണിക്കൂർ നേരം ഫാസ്റ്റിംഗ് ആയ വയറിൽ ആസിഡിക് ആയിരിക്കും. അപ്പോൾ ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ആൽക്കലിയാണ് വേണ്ടത്. അപ്പോൾ പടച്ചോൻ തന്ന നല്ലൊരു ആൽക്കലിയാണ് തുപ്പൽ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് അല്ലെങ്കിൽ ഉണങ്ങിയ കാരക്ക കഴിക്കുമ്പോൾ നമ്മൾ തുപ്പലുമായി നന്നായി ചേർന്ന് തുപ്പലും ചവച്ചരയ്ക്കണം. അങ്ങനെ ചവച്ചരയ്ക്കുമ്പോൾ നമ്മുടെ വയറിലെ pH റെഡിയാക്കാനും അസിഡിറ്റി കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും അതുതന്നെയാണ്. ഉണങ്ങിയ കാരക്ക കഴിച്ചിട്ടാണ് നോമ്പ് മുറിക്കേണ്ടത്. അപ്പം അതിലെ ശാസ്ത്രീയമായ അടിസ്ഥാനം ഇതാണ്. അങ്ങനെ ഖുർആനിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ അടിസ്ഥാനം നമ്മൾക്ക് അതിൻ്റെ പിറകെ പോയാൽ കിട്ടും. അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 25 കിലോ ശരീരഭാരത്തിന് 1 ലിറ്റർ എന്ന തോതിൽ 50 കിലോ അല്ലെങ്കിൽ 75 കിലോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഈ കാലയളവിൽ കഴിക്കണം. അതുപോലെ നന്നായി ഉറങ്ങണം. ഒരു 5-8 മണിക്കൂറോളം നമ്മൾക്ക് ഉറക്കം വേണം. ആ ഉറക്കം നഷ്ടപ്പെടാതെ നോക്കണം. അപ്പോൾ അത് നോമ്പിന് നേരത്തെ എഴുന്നേൽക്കുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം നടത്തണം. ഇഫ്താർ പരിപാടിയിൽ അപ്പോൾ ആദ്യം ഇങ്ങനെ കാരക്കയും വെള്ളവും കുടിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ഫുഡാണ് കഴിക്കേണ്ടത്. പണ്ടൊക്കെ പത്തിരി, ചെറിയ കോഴിച്ചാറും ഇതൊക്കെയാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ലൈറ്റ് ഫുഡുകൾ കഴിക്കുക. നോമ്പ് തുറന്ന ഉടനെ ബിരിയാണി പോലുള്ള സാധനങ്ങൾ, ഹെവി ഫുഡ്സ്, ചപ്പാത്തി, പൊറോട്ട, ഇത്തരം സാധനങ്ങൾ വയറിനൊരു ഹെവിനെസ് ഉണ്ടാക്കും. ദഹനത്തിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കിയിട്ട് ലൈറ്റ് ഫുഡ് കഴിക്കുക. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം. അതിനോടൊപ്പം അത്താഴം കഴിക്കുന്നത് രാവിലത്തെ സുബഹി ബാങ്ക് വിളി കൊടുക്കുന്നതിന് മുമ്പാണല്ലോ കഴിക്കുക. അപ്പം അതിൽ ഇലക്കറികൾ പരമാവധി ഉൾപ്പെടുത്തുക, പഴങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പം അങ്ങനെയാകുമ്പോൾ ശരീരത്തിലെ ജലാംശം, കോശങ്ങളിലെ ജലാംശം നിലനിർത്തുന്നതിന് അത് സഹായിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു ഭക്ഷണമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഡയബറ്റിക് ഒക്കെ ആയ ആളുകളാണെങ്കിൽ അവർക്ക് ഇൻസുലിൻ വയ്ക്കുന്ന ആളുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നോമ്പെടുക്കുക. അല്ലാത്ത ആളുകൾക്ക് ഡയറക്റ്റ് ഷുഗർ പരമാവധി ഒഴിവാക്കുക. കാരണം ഇപ്പോൾ ഏറ്റവും വില്ലനായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനം നോമ്പ് കാലത്ത് ഉള്ള ഈ പൊരിച്ച സാധനങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ വഴിയോരങ്ങളിലൊക്കെ ഇനി പൊരിച്ച സാധനങ്ങൾ കണ്ടുമാനുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. മസാലകൾ പരമാവധി കുറയ്ക്കുക. 1 കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം എന്ന തോതിലെങ്കിലും പ്രോട്ടീൻ കഴിക്കുക. 50 കിലോ ഉള്ള ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പോൾ അതിനനുസരിച്ച് മുട്ട നല്ല ഒരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് 1-2 മുട്ട പുഴുങ്ങി കഴിക്കാം. കൊളസ്ട്രോൾ ലെവൽ മുട്ട കഴിച്ചുകൊണ്ട് മാത്രം വരില്ല. നമ്മളിവിടെയൊക്കെ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്, സ്റ്റഡീസൊക്കെ സൂചിപ്പിക്കുന്നത് കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായ ഉപയോഗമാണ് എന്നാണ്. ചോറിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക. അത് പ്രോട്ടീനും ഫാറ്റും അപ്പോൾ അത് കൂടുതൽ കഴിക്കണം. പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ പ്രോട്ടീൻ ശരീരത്തിൽ ചെന്നിട്ടില്ലെങ്കിൽ ക്ഷീണം ബാധിക്കും. അപ്പം അത് വെള്ളവും അതുപോലെ പ്രോട്ടീനും ഫാറ്റും അത്യാവശ്യം കാർബോഹൈഡ്രേറ്റും, കാരണം വേറെ വലിയ അധ്വാനങ്ങളൊന്നും വരുന്നില്ല. അധ്വാനിക്കുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഈ ഉള്ള സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക. പഴം, പച്ചക്കറികൾ, പ്രോട്ടീനിൻ്റെ അളവ് പരമാവധി കൂട്ടുക. വെള്ളം കുടിക്കുന്നത് വെള്ളം കുറേശ്ശെയായിട്ട് കുടിക്കുക. ശരിക്കും പ്രകൃതിയിലേക്ക് നോക്കിയാൽ എല്ലാത്തിനും ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ കൊക്ക്, അതുപോലെ പക്ഷികൾ, എല്ലാ പക്ഷികളും, നായ പോലെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറേശ്ശെയാണ് കുടിക്കുക. നമ്മളങ്ങനെ കുറേശ്ശെയാണ് വെള്ളം കുടിക്കണം. ഒന്നിച്ച് എടുത്ത് കമിഴ്ത്താൻ പാടില്ല. പിന്നെ ഉറക്കം
ഉറക്കം ഒരു പ്രധാനപ്പെട്ടാണ്. ശരീരത്തിൻ്റെ റിപ്പയർ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പം അമിതമായി ഭക്ഷണം കഴിച്ചാൽ ഈ ഉറക്കത്തിൻ്റെ ആ ഒരു ഗാഠത കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻറ്റൻസീവായിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർമ്മ സൂക്ഷിക്കാനും ശരീരത്തിൽ മറ്റ് എന്താ പറയുക മെറ്റാബോളിസം കറക്റ്റായിട്ട് നടക്കണമെങ്കിലൊക്കെ ഉറക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഉറക്കം പോവാതെ നോക്കണം. അപ്പോൾ പരിശുദ്ധമായ റംസാൻ മാസത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നല്ല രീതിയിൽ നോമ്പ് പൂർത്തിയാക്കാനും അതുവഴി നോമ്പ് കഴിഞ്ഞാൽ ശരീരം തടിക്കാതെ ശരീരം ബലിഷ്ഠമായ ശരീരവും അതുപോലെ നല്ല വിൽ പവറുള്ള ഒരു ആത്മാവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം സ്ട്രെച്ചിങ് ഒക്കെ ഇപ്പോൾ MEX7 പോകുന്ന ആളുകൾ വിഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും നല്ലത് ജമ്പിങ് ജാക്സും ടോ ജമ്പുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം പരമാവധി കുറച്ചിട്ട് ഒരു ജമ്പിങ് ജാക്സ് 10 വീതം 5 റൗണ്ട് ചെയ്യാറുണ്ട്. അതൊരു 5 വീതം ചെയ്താൽ മതി. ആകെ 20 ചെയ്താൽ മതി. അതുപോലെ ടോ ജമ്പും അളവ് കുറയ്ക്കുക. അപ്പം അങ്ങനെ വേർക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ളത് കുറച്ചിട്ട് ബാക്കിയുള്ള വ്യായാമങ്ങളൊക്കെ കുറച്ച് ചെയ്ത് ശരീരത്തിനും മനസ്സിനും വ്യായാമം കിട്ടത്തക്ക രീതിയിൽ നല്ലൊരു പൗരനായിട്ട് ഈ നോമ്പുകാലം കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഒരു ഈ ആൾക്കാരോടുള്ള വെറുപ്പ് വിദ്വേഷം അതെല്ലാം കളഞ്ഞിട്ട് അസൂയ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. അതിന് പടച്ച തമ്പുരാൻ എല്ലാവർക്കും അതിനുള്ള ആശീർവാദവും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.